കോഴിക്കോട്ടെ ജ്വല്ലറിയിൽ മോഷണം. ദൃശ്യങ്ങൾ CCTVയിലും. പ്രതിക്കായി ഊർജിത തെരച്ചിൽ. കോഴിക്കോട് മുക്കത്തുള്ള ശ്രീരാഗം എന്ന ജ്വല്ലറിയിലാണ് ഈ സംഭവം. സ്വർണം വാങ്ങാൻ എന്ന വ്യാജേന ജ്വല്ലറിയിൽ എത്തുകയാണ് അയാൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 6 മണിക്കാണ് ഈ മോഷണം നടക്കുന്നത്. തന്ത്രപൂർവ്വം മോതിരങ്ങൾ കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. ഏതാണ്ട് 1/4 പവനോളം തൂക്കം വരുന്ന 2 മോതിരങ്ങളാണ് അയാൾ മോഷ്ടിച്ചത്. 31,000 രൂപയുടെ സ്വർണം നഷ്ടമായി എന്നാണ് ജ്വല്ലറിയിലുള്ളവർ പറയുന്നത്. ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഒരാളൂടെ വന്ന് മോതിരം ചോദിച്ച്, അപ്പോൾ മോതിരം ഒക്കെ നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പര് കൈക്കലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അളവും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് മൂപ്പരായിട്ട് ഇറങ്ങുകയും ചെയ്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ മോതിരം നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പരെ കൈക്കലാക്കി. അത് മൂപ്പര് പോയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഇയാളൊരു കാറിൽ കയറി പോവുകയും ചെയ്തു. അതാണ്ടായത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റേഷനിൽ നിന്ന് നല്ല സഹകരണമാണ്, അവർ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ കാപ്പവൻ്റെ താഴെയുള്ളൂ, കാപ്പവൻ്റെ അടുത്ത് ഉള്ള 2 മോതിരം ജസ്റ്റ് ഒരു 31,000 രൂപേൻ്റെ സാധനമാണ് ഇന്നലെ മോഷണം പോയത്. ഈ കൈയുടെ അളവ് കൃത്യമായി നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഈ ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ആ ഇറങ്ങിയ ശേഷം തൂക്കം നോക്കുകയായിരുന്നു ആ ജ്വല്ലറിക്കാർ. അങ്ങനെയാണ് അപ്പോൾ മോഷണം നടന്നു എന്ന് ബോധ്യപ്പെടുന്നത്. ഈ സ്വർണം കൈക്കലാക്കിയ മോഷ്ടാവ് കട തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും വളരെ പെട്ടെന്ന് തന്നെ ഓടുന്നതും കാണാം മറ്റൊരു CCTV ദൃശ്യത്തിൽ. എന്നാലും കടയുടമയുടെയും ജീവനക്കാരുടെയും ഒക്കെ ശ്രദ്ധ മാറിയ സമയത്താണ് ഇത്തരം ഒരു മോഷണം നടത്തിയത് എന്നാണ് പ്രതീക്ഷ. എന്നാലും ആ പോസ്റ്റ് ഓഫീസിന് സമീപം ഒരു കാർ നിർത്തിയിട്ടിരുന്നു. ഓടി ആ കാറിൽ രക്ഷപ്പെടുന്ന CCTV ദൃശ്യവും വന്നിട്ടുണ്ട്. വളരെ ശാന്തമായി കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലെത്തിയതും ഒറ്റ ഓട്ടമാണ്. എന്താണെങ്കിലും ഈ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ഉടമ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖം ഉൾപ്പെടെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.